അതേസമയം അതീവ പരിസ്ഥിതി പ്രാധാന്യമുള്ള ചൊക്രമുടി മലനിരയിൽ വീണ്ടും കയ്യേറ്റം ആവർത്തിക്കാതിരിക്കുന്നതിന് സംസ്ഥാന സർക്കാർ ഇടപെട്ട മേഖലയിലെ ടൂറിസം സാധ്യത പ്രയോജനപ്പെടുത്തി ജൈവ വൈവിധ്യ സംരക്ഷണ ടൂറിസം പദ്ധതി നടപ്പിലാക്കണമെന്ന് ജില്ലാ ജൈവ വൈവിധ്യ സംരക്ഷണ സമിതി അംഗവും ഗ്രീൻ കെയർ കേരള ജില്ലാ ജനറൽ സെക്രട്ടറിയുമായ കെ ബുൾബേന്ദ്രൻ ആവശ്യപ്പെട്ടു. പദ്ധതി നടപ്പിലായാൽ സർക്കാർ ഭൂമി സംരക്ഷിക്കുകയും സർക്കാരിന് വരുമാനവും ലഭിക്കുന്നതിനൊപ്പം പ്രദേശത്തിന്റെ സമഗ്രമായ വികസനത്തിനും അത് വഴിതെളിക്കുമെന്നും ബുൾബേന്ദ്രൻ പറഞ്ഞു. ഷെഡ്യൂൾ 1-ൽപ്പെട്ട വരയാടുകളും സംരക്ഷിത പട്ടികയിൽപ്പെട്ട ഏക്കർ കണക്കിന് നീലക്കുറിഞ്ഞിയും ഉള്ള ഈ പ്രദേശത്ത് ആനകളും അതുപോലെ കാട്ടുപോത്തും വിഹരിക്കുന്ന നല്ലൊരു ആവാസ വ്യവസ്ഥയാണ്. അതുപോലെ അപൂർവയിനം പക്ഷികളും ഉരകജീവികളും എല്ലാം ഈ ആവാസ വ്യവസ്ഥയിൽ ധാരാളമായി വിഹരിക്കുന്നു. അതുപോലെ ഈ മലയ്ക്ക് താഴ്ഭാഗത്ത് ആദിവാസി ഗോത്ര സമൂഹത്തിൽപ്പെട്ട 100 കണക്കിന് ആൾക്കാരുടെ കുടിവെള്ള സ്രോതസ്സും ഇവിടെ നിന്ന് ഉത്ഭവിക്കുന്ന നീരുറകളിൽ നിന്നാണ് അവർക്ക് കുടിവെള്ളം ലഭ്യമാകുന്നത്. ഈ പ്രദേശത്തെ കയ്യേറ്റക്കാരുടെ പിടിയിൽ നിന്ന് ഈ കഴിഞ്ഞ 1 വർഷത്തിലേറെയായി സർക്കാർ പരിശ്രമിച്ച് അവിടെ നിന്നും അവരെ ഒഴിപ്പിക്കുകയും വീണ്ടും അവർ കയ്യേറ്റത്തിന് ശ്രമം നടത്തുകയും ചെയ്യുന്ന ഈ പശ്ചാത്തലത്തിൽ ഈ ഭാഗം ടൂറിസമായി പ്രഖ്യാപിച്ചൊരു ജൈവ വൈവിധ്യ ഉദ്യാന ടൂറിസം പ്രഖ്യാപിക്കുകയാണെങ്കിൽ പ്രദേശത്തുള്ള ആളുകൾക്ക് അതൊരു വരുമാനവും സർക്കാരിന് ഒരു മുതൽക്കൂട്ടും